കാർത്തിക മകരത്തിന്റെ അവസാനവും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യ ഭാഗവും കൂടുന്ന മിഥുനക്കൂറുകാർക്ക് ഇപ്പൊ മിഥുനത്തിൽ തന്നെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. 10 കണ്ടകശനിയുണ്ട്, 3 രാഹുവും കേതുവാണ്, 9 ഭാവത്ത് രാഹുവാണ്. ഇങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ ആ രാഹുകേതുക്കളുടെയൊക്കെ അവസ്ഥ നിൽക്കുന്നത്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കണം അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ അനുകൂലമാണ്, വളരെ ഗംഭീരമാണ് എന്നൊന്നും പറയാനില്ല. അവർക്ക് കുറച്ചുകൂടി അനുകൂലമാകുന്ന ഘടകമാണ് വ്യാഴത്തിന്റെ പകർച്ച ഈ പറയണ ഇടവമാസം 2-ന് ശേഷം, അല്ല ജൂൺ 2-ന് ശേഷം, ജൂൺ ഇടവമാസം 19, ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വ്യാഴത്തിന്റെ പകർച്ച 2-ലേക്ക് വ്യാഴം വന്നാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഗംഭീരമായ കാര്യങ്ങൾ നടക്കും. ഇപ്പോഴും ഈ സമയത്തും മോശമാണെന്നല്ല പറയണം. ഇപ്പം ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശന്മാർക്ക്, മുത്തശ്ശിമാർക്ക്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുക, കൂടപ്പിറപ്പുകൾക്ക് ദുരിതം വരിക, അനാവശ്യമായി ബന്ധുജന കലഹങ്ങളൊക്കെ വേണമെങ്കിൽ വരാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഉണ്ടാകാം. സാമ്പത്തിക രംഗത്തും ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് ഒന്നും ലഭിക്കാതെ വരാം. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജൂൺ 2-ന് ശേഷം കുറെ കൂടി വ്യത്യാസങ്ങൾ വരാൻ പറ്റുന്നതാണ്. കുറെ അനുകൂലമായ ഘടകങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് ഈ പറയുന്ന കാലഘട്ടത്തിലെല്ലാം ഇപ്പം ഈ ലഗ്നത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും 2-ലേക്ക് വരുമ്പോഴാണെങ്കിലും കൂടുതലായിട്ട് ഗുരുവായൂരപ്പ ഭജനം ചെയ്യുന്നതും നാമജപാദികൾ ചെയ്യുന്നതും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ നല്ല വ്യാഴത്തിന് അനുകൂലത്തിന് വേണ്ടി. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടും കുടുംബത്തിലെ രോഗാവസ്ഥയ്ക്കൊക്കെ ശിവക്ഷേത്രത്തിൽ വഴിപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ്. നമശിവായ ജപാദികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക് വന്ന അസുഖങ്ങൾക്കൊക്കെ അതൊക്കെ ചെയ്തു പോകുന്നത് നല്ലതാണ്. ഇടയ്ക്ക് രാഹുവിനുള്ള വഴിപാടുകളും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു ഗണപതി ഹോമം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ വളരെ വളരെ നല്ലതാണ്.